എന്തേ കാണിക്കുന്നേ? സർ, അയ്യോ എന്റെ ബാഗ്. അയ്യോ മാം, നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മാം, വാട്ട് ഹാപ്പൻ മാം? എന്താ ഇവിടെ നടക്കുന്നേ? ഒന്ന് പറയൂ. കണ്ടല്ലോ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ കാര്യം എന്ന് പറയൂ പ്ലീസ്. എനിക്ക് അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യേ. മാഡം, ഇയാളാണ് അരുണിന്റെ ഫ്രണ്ട്. എവിടെയുള്ള എവിടെ നിന്റെ ഫ്രണ്ട് അരുൺ? അറിയില്ല മാഡം. മാം, ജ്യോതി, നീ എവിടെയാ? ഞാൻ കാലത്ത് തൊട്ട് വിളിക്കാൻ തുടങ്ങിയത്. നീ എന്താ ഫോൺ എടുക്കാത്ത? പോലീസ് കാര്യം അറിഞ്ഞു, അതോ പറയാനാ ഞാൻ വിളിച്ചത്. ഹലോ, എന്താ പറ്റിയേ? ഹലോ ഹലോ, എന്താ ആരായി സംസാരിക്കുന്നേ? എന്താ നിന്റെ ശബ്ദം? ഹലോ, പോലീസ് പിടിച്ചോ? ഇനിയും അറിയില്ലെന്നാണോ പറയുന്നത്? അയ്യോ, പൈസക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? എനിക്ക് ഒന്നും അറിയില്ല. കണ്ട പഠിച്ച പോലെ ഉണ്ടല്ലോ നീ. എന്നെ വിശ്വസിക്കുക. എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? അയ്യോ മാം, അത് ആരാ ഫോൺ ചെയ്തെന്ന് പോലും എനിക്ക് അറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കുക. ഡ്രഗ്സ് എവിടെയാണ്? ഡ്രഗ്സോ? മാം, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എപ്പോഴും അമ്പലത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ നീ? എന്നെ വിശ്വസിക്കുക മാം, എനിക്കൊന്നും അറിയില്ല. മാം പ്ലീസ് മാം, മാം, പ്ലീസ് മാം, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. എനിക്കൊന്നും അറിയില്ല. ഇത് പിടിക്ക. സത്യമായിട്ടും ഇത് എന്റെ അല്ല മാം. ഇതെങ്ങനെ വന്നേന്നറിയില്ല. അയ്യോ മാം, എനിക്കറിയില്ല മാം. ഇതെങ്ങനെയാ ഹെൽമെറ്റിനകത്ത് വന്നേന്ന് എനിക്കറിയില്ല. മാഡം, നിന്റെ ഫ്രണ്ട് എവിടെയാന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ട്? സത്യമായിട്ടും അറിയില്ല മാഡം. ഹാൻഡ് ഓവർ ടു നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ്. മാം, അത് എന്റേതല്ല. എന്നെ ഒന്ന് വിശ്വസിക്കും മാം. മാം പ്ലീസ് മാം. മാം, സർ ഒന്ന് വിശ്വസിക്കും സർ.
സർ, ക്ഷമിക്കണം, താമസിച്ചു പോയി. Coming to the point, Kiran, you are being blamed for the abandonment of Arun's suicide. അവന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണോ? മാം, അവന്റെ പാരന്റ്സിനെ നിങ്ങൾ വാൺ ചെയ്തോ? കംപ്ലൈന്റ് പോലും ഇല്ലാതെ ഇന്റൻഷനൽ ആയിട്ടാണ് നീ അവനെ അറസ്റ്റ് ചെയ്ത്. ഇപ്പൊ കണ്ടോ എത്ര കോംപ്ലിക്കേറ്റഡ് ആയെന്ന്. ഒരാൾ മരിച്ചിരിക്കുന്നു. മീഡിയക്കാർക്ക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി സംസാരിക്കാൻ സ്പൈസി മെറ്റീരിയൽ കൊടുത്തു അല്ലേ? സോ എന്റെ എക്സ്പ്ലനേഷൻ അല്ല നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ വേണ്ടത്. നിങ്ങളുടെ തീരുമാനം എന്നോട് പറയാൻ വിളിപ്പിച്ച പോലെയുണ്ട്. ഫസ്റ്റ് യു ലിസൺ ടു അസ്. ചോദിച്ചോളൂ. ട്രെയിനിങ്ങിൽ നീ നൽകിയ പ്രതിജ്ഞ മറന്നു? I, Kiran Kumararaj, do solemnly affirm that I will be faithful, bear true allegiance to India and to the Constitution of India as by law establishment, that I will uphold the sovereignty and integrity of India, and I will carry out the duties of my office loyally, honestly and impartially. Okay. Where is the honesty, loyalty and impartiality? വെബ്സൈറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളെ നീ ടോർച്ചർ ചെയ്യൂ? വെബ്സൈറ്റോ? അതിന് വെബ്സൈറ്റിലിട്ടത് അരുണല്ലോ. അതെയോ? ഇതെന്താ പെട്ടെന്ന് പുതിയതായി? അന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത് അവനൊരു സിക്ക് മൈൻഡഡ് ആണെന്ന്? സർ, സാറ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സർ, അന്ന് ഞാൻ പറഞ്ഞത് ഒരു സിക്ക് മൈൻഡഡ് പേഴ്സൺ ആണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. അരുണിന്റെ പേര് ഞാനിപ്പോ പറഞ്ഞിട്ടേ ഇല്ലല്ലോ സർ. പിന്നെ എന്തിനാ അരുണിന്റെ മേലെ സർവൈലൻസ് ഏർപ്പെടുത്തി? അവന്റെ ഫ്രണ്ടിനെ എന്തിനാ അറസ്റ്റ് ചെയ്തു? ഇങ്ങനൊരു ബ്ലെയിമിംഗ് എൻക്വയറിക്ക് ശേഷം നമുക്ക് ചെയ്യാം സർ. പക്ഷെ അതിനു മുമ്പ് നമുക്കിവിടെ കുറ്റവാളിയെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യണം സർ. Again, that lollipop guy? മേ ബി. My God. നീ ഇനിയും ഹാലൂസിനേഷൻ ഒന്നും പുറത്തേക്ക് വന്നില്ലേ? സർ, ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ഹാലൂസിനേഷനോ? സർ, ഞാൻ പറഞ്ഞതൊക്കെ പച്ചയായ സത്യമാണ് സർ. അരുണും ഈ വെബ്സൈറ്റിനും യാതൊരുവിധ ബന്ധവുമില്ല. ഇത്രയും ഉറപ്പിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇവനൊരു സ്റ്റോക്കറാണ്. സ്പോണ്ടേനിയസ് ആയി ഇമ്പൾസീവായി റിയാക്ട് ചെയ്യുന്നവൻ. ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവര് എന്ത് വേണേലും ചെയ്യും, മേർഡർ അടക്കം. എന്ന വെബ്സൈറ്റ് ഒന്നും പോസിബിൾ അല്ല സർ. എന്താന്ന് വെച്ചാ ഇതൊക്കെ ചെയ്യാനുള്ള പേഷ്യൻസും ടൈമും അരുൺ ഒരിക്കലും ഉണ്ടായിരുന്നില്ല സർ. ഇത് തീർച്ചയായും ഒരു സിക്ക് മൈൻഡഡ് പേഴ്സന്റെ പ്രവൃത്തിയാണ് സർ. ഇവൻ വളരെ ഡേഞ്ചറാണ് സർ. അവനല്ല ഡേഞ്ചറസ്. ആരാണ് ഡേഞ്ചറസ് എന്ന് കാണ്. എന്റെ പേര് അരുണെന്നാ. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ACP കിരൺ തരുന്ന പ്രഷറിലും ടോർച്ചറിലും എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചേ. ക്രിമിനൽസിന്റെ അടുത്തുനിന്ന് പോലീസ് നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷെ ഇതുപോലത്തെ സിക്ക് മൈൻഡഡ് ഓഫീസേഴ്സ് ക്രിമിനൽസിനെക്കാട്ടിലും ഡേഞ്ചർ ആണ് ഇവര്. ഈ സൊസൈറ്റിക്ക് തന്നെ വലിയൊരു ത്രെട്ട്. അവര് കാരണം എന്റെ പാരന്റ്സിന്റെ മാനവും മര്യാദയും എല്ലാം നഷ്ടപ്പെട്ടു. എന്റെ മരണത്തിന് ശേഷം ആ പോലീസുകാരിക്ക് തക്ക ശിക്ഷ നേടിത്തരണം. ഇതാണ് എന്റെ ഡെഡ് വിഷ്. അവര് കാരണം ബാധിക്കപ്പെട്ട അവസാനത്തെ പയ്യൻ ഞാനായിരിക്കട്ടെ. I miss you friends. I miss you daddy. ഇവന്റെ മരണത്തിന്റെ പിന്നില് തീർച്ചയായിട്ടും ഒരുത്തനുണ്ട്. അവനാരും